ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചർച്ചകൾക്കിടയിലാണ് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം ഉയർന്നു വരുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യമൊക്കെയായി ബന്ധപ്പെട്ട് ഈ ഒരു മരണത്തിൽ, ഈ ഒരു അപകട മരണത്തിലൊക്കെ ഒരു ചർച്ച വരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം, ഇറാൻ ഔദ്യോഗികമായിട്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പുറത്തുവിട്ടിട്ടുള്ളത് പ്രതികൂല കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്, അതുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മരണപ്പെട്ടത് എന്ന്. എന്നാൽ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും അകമ്പടി പോയിട്ടുള്ള 2 ഹെലികോപ്റ്ററുകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന വിഷയത്തോടു കൂടി, ആ ഒരു വാർത്ത പുറത്തു വന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രസിഡന്റിന്റെ മരണത്തിൽ വലിയ ദുരൂഹതകളുണ്ട് എന്ന രീതിയിൽ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട്, അതായത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള ഇറാൻ പ്രസിഡന്റിന്റെ മരണമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇറാൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാനുള്ളത്, ഈ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ഇറാനിൽ നിന്ന് ഓടിപ്പോയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ വലിയ ആഘോഷം സംഘടിപ്പിക്കുന്നതായിട്ട് മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാനിലുള്ള കുറച്ച് സ്ത്രീകൾക്ക് വലിയ ആഘോഷമായിട്ടാണ് ഈ ഒരു മരണത്തെ ഏറ്റെടുത്തത് എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് ഒരു മതമൗലികവാദിയായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു. സ്ത്രീകളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം പിറകോട്ടായിരുന്നു കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുബോധമുള്ളവർ ഇത് സന്തോഷിക്കുമെന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഒരു മരണത്തെ, ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഇറാൻ പ്രസിഡന്റ് ഈ പറയുന്ന ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ നമ്മുടെ രാജ്യം ഒരു ദിവസം ദുഃഖാചരണമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്, തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ സയ്യിദ് ഇബ്രാഹിം റൈസിയുടെ ദാരുണമായ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും ഞെട്ടലും രേഖപ്പെടുത്തുന്നു. ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ എക്കാലവും ഓർമ്മിക്കപ്പെടും. റയീസിയുടെ കുടുംബത്തിനും ഇറാനിലെ ജനങ്ങൾക്കും എൻ്റെ അനുശോചനം രേഖപ്പെടുത്തും. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അനുശോചനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും ഇതേപോലെ തന്നെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ തന്നെ അറിയാവുന്ന ഒരു വിഷയം, വളരെ അടുത്ത് തന്നെ നടന്നതുമാണ് ഈ ജയശങ്കറൊക്കെയായി ബന്ധപ്പെട്ട്. നമുക്കറിയാം, ഇറാൻ ഇസ്രായേൽ ബന്ധം ആരോപിച്ച് ഒരു കപ്പൽ പിടിച്ചെടുക്കുന്നു, അതിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുണ്ടായിരുന്നു. അവരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് ജയശങ്കർ നേരിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രിയെ വിളിച്ചതൊക്കെ നമ്മൾ വിഷയം ഇവിടെ ചർച്ച ചെയ്തതാണ്, നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണുകയും ചെയ്തതാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഓർമ്മകളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അനുശോചനങ്ങളും ഇതേപോലെ ദുഃഖാചരണമൊക്കെ പ്രഖ്യാപിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യവും ഇറാനും തമ്മിൽ വളരെ വലിയ ബന്ധത്തിലാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുമായിട്ടുള്ള വളരെ വലിയ സൗഹൃദം തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യം ചരിത്രത്തിലാദ്യമായിട്ട് വിദേശത്തുള്ള ചബഹാർ തുറമുഖം, ഒരു തുറമുഖം വിദേശത്തുള്ളത് നമ്മൾ ഏറ്റെടുക്കലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ചബഹാർ ഈ തുറമുഖം നമ്മുടെ രാജ്യം 10 വർഷത്തേക്ക് കരാർ ഒപ്പിടുകയും ചെയ്തു. അതേപോലെ തന്നെ INSTC എന്ന് പറയുന്നൊരു കോറിഡോർ നമ്മുടെ രാജ്യത്ത് നിന്ന് മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും നമ്മുടെ ചരക്ക് ഗതാഗതമൊക്കെ സുഖകരമാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടതിനു അതിന് സഹായം കൊടുത്തത് ഈ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു കരാറുകളൊക്കെ തന്നെ ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ഇവിടെയാണ് നമ്മുടെ രാജ്യവുമായിട്ട്, നമ്മുടെ രാജ്യമൊക്കെയായി ഈ മരണത്തിലൊക്കെ ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഈ ചർച്ചകൾ ഇങ്ങനെയാണ് മുന്നോട്ട് വരുന്നത്. അതായത്, നമ്മുടെ രാജ്യത്ത് 2024 നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ളത് ഈ പാകിസ്ഥാനും അതേപോലെ തന്നെ ചൈനയും ഒക്കെ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നരേന്ദ്രമോദി തന്നെ വീണ്ടും രാജ്യത്തിൻ്റെ അധികാര സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇറാനിലെ ഈ കോറിഡോർ സംവിധാനങ്ങളും തുറമുഖത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചൈനയെയും
പാകിസ്ഥാനെയും മറികടന്ന് ശക്തമായിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും. അവരുടെ യാതൊരു ആവശ്യവുമില്ലാതെ അവരെ മറികടന്ന് പോകുന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ചൈനയും പാകിസ്ഥാനും എത്തുമായിരുന്നു. ഈ കരാറ് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ അതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒന്നെങ്കിൽ ഇറാന്റെ ഭരണാധികാരി മാറി വരണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാൻ പരമാധികാരിയായിട്ട് ഈ പറയുന്ന ഇബ്രാഹിം റൈസിയെ ഉറപ്പാണ്, അതായത് 100% ഒരു ഉറപ്പുള്ള കാര്യമായിരുന്നു. ഇറാന്റെ അടുത്ത പരമാധികാരി എന്ന് പറയുന്നത് ഇബ്രാഹിം റൈസി ആയിരുന്നു. പക്ഷെ ഇബ്രാഹിം റൈസി ഇല്ലാതായാൽ പിൻഗാമിയായിട്ടുള്ള വ്യക്തിക്ക് അവിടേക്ക് എത്താൻ സാധിക്കും. അവർ ഇസ്രായേലിനെ കടന്നാക്രമിക്കാനും അതേപോലെ തന്നെ ചൈനക്കും പാകിസ്ഥാനും വേണ്ടിയിട്ട് ഈ ചബഹാർ തുറമുഖ കരാറുകളൊക്കെ റദ്ദ് ചെയ്യാനൊക്കെ ഉറപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഇബ്രാഹിം റൈസിയെ ഭീകരവാദികളും തീവ്രവാദികളും ഈ പറയുന്ന ചൈനയും പാകിസ്ഥാനൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം റൈസി അവിടുത്തെ സ്ത്രീകളെയും കാര്യങ്ങളും അവിടുത്തെ രാജ്യത്തെ സകല സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മളെ വലിയ സൗകര്യങ്ങൾ, വലിയ വികസന സാധ്യതകൾ തന്നെയായിരുന്നു ഈ പറയുന്ന ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനെയും ചൈനയൊക്കെ മറികടക്കാനുള്ള വലിയ സാധ്യതയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ചൈനയുടെയും പാകിസ്ഥാന്റെ കൂടി കൈകൾ ഈ ഗൂഢാലോചനയ്ക്ക്, ഈ കൊലപാതകത്തിൻ്റെ, ഈ മരണത്തിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളതാണ് സുബോധമുള്ള സകല ആളുകളും ഗൗരവത്തിൽ ഇന്ന് ചിന്തിച്ചോണ്ടിരിക്കുന്നത്.